പാവയ്ക്ക തോരൻ വെക്കാം. എന്നിട്ട് പാവയ്ക്ക കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിന് ചെറുള്ളി, 4 പച്ചമുളക്, വേപ്പില നമുക്ക് അരിഞ്ഞെടുക്കാം. അരിഞ്ഞ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഏറ്റവും നൈസായിട്ട് അരിയണം. ഇത്രയും ചെറുള്ളി എന്നാന്ന് ചോദിച്ചാൽ പാവയ്ക്കയുടെ കയ്പ്പ് പോകാനായിട്ട് ചെറുള്ളിയും തേങ്ങയും നല്ലപോലെ ചേർക്കണം. എന്നിട്ട് പാവയ്ക്ക അരിയുന്ന കാണിക്കാം. ഏറ്റവും നൈസായിരിക്കണം. ഇങ്ങനെ പാവയ്ക്ക അരിയണ്ടേ, ഏറ്റവും നൈസായിട്ട് അരിയണം. പാവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്ക അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഇത് വളർത്താനുള്ള ചുമന്ന മുളക്, കരിവേപ്പില, ഉള്ളി ഇതെല്ലാം കൂടി നമുക്കൊന്ന് തിരുമ്മിയെടുക്കാം, ഉപ്പുമൊക്കെ ഇട്ട്. എന്നിട്ട് വേണം കറി ഉണ്ടാക്കാൻ. ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി തിരുമ്മണം. തേങ്ങാപ്പീരയും ഉപ്പും കരിവേപ്പിലയും എല്ലാം കൂടിയിട്ട് തിരുമ്മിയിട്ട് വേണം നമ്മൾ അടുപ്പിലോട്ട് വയ്ക്കാൻ. ചൂടായിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒഴിക്കാം. കടുകിടാം. വറ്റൽമുളക് കൊടുത്താക്കാം. പാവയ്ക്ക കയ്പുണ്ട്. കയ്പ് എല്ലാവർക്കും ഇഷ്ടമാണ്. പാവയ്ക്കയുടെ കയ്പ് ഇഷ്ടമില്ലാത്തവരെന്നെ എടുക്കണം. ഒരു അല്പം വിനാഗിരി ഒഴിച്ചാൽ മതി. ഇനി നമുക്കൊരു ശകലം വെള്ളം കൂടെ ഒഴിക്കും. ഇതെല്ലാം ഒന്ന് വേകാൻ വേണ്ടി. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് മതി. നമുക്കിനി അടച്ച് വെച്ച് ചെറു തീയിൽ പാവയ്ക്ക വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ, അതുകൊണ്ട് ചെറിയ തീ വേണം. വലിയ തീ ആയാലും അത് വേകാതെ പോകും. പാവയ്ക്ക ചിക്കി തോർത്തിയെടുക്കുക. കയ്പ്പ് സഹിക്കാൻ പറ്റാതെ വരുവാണെങ്കിൽ അല്പം വിനാഗിരി ഒഴിക്കുക. ഒട്ടും വെള്ളമയമൊന്നും ഇല്ലാതെ ചിക്കി തോർത്തിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തോർത്തിയെടുക്കണം. നല്ല 2 ദിവസമൊക്കെ ഇരിക്കുകയാണെങ്കിലൊക്കെ കയ്പും. നല്ലപോലെ വെള്ളമയമില്ലാതെ വറ്റിച്ച് പാത്രത്തിലോട്ട് ഇങ്ങനെ നിരത്തി, ഇതിനാണ് ചിക്കി തോർത്തുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഒക്കെ എടുക്കുക. കറി റെഡിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാവയ്ക്ക തോരൻ റെഡിയായിട്ടുണ്ട്.